നമസ്കാരം. ഇന്ത്യയുടെ നഗര ഗതാഗത സംവിധാനങ്ങളെ അടിമുടി മാറ്റിയെഴുതാൻ കെൽപ്പുള്ള തദ്ദേശീയ അത്യാധുനിക എയർ ടാക്സി സില 1.0 വിജയകരമായി ആകാശത്തേക്ക് ഉയർന്നു. ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സെർല ഏവിയേഷൻ എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് രാജ്യത്തെ ഏറ്റവും വലിയ ഇലക്ട്രിക് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് ഡെമോൺസ്ട്രേറ്ററിന്റെ ആദ്യഘട്ട പരീക്ഷണ പറക്കൽ പൂർത്തിയാക്കിയത്. ആഗോള വ്യോമയാന രംഗത്ത് ഇന്ത്യയുടെ തദ്ദേശീയ സാങ്കേതിക കരുത്ത് തെളിയിക്കുന്നതാണ് ഈ നേട്ടം. വെറും ഒരു വർഷത്തിൽ താഴെ സമയത്തിനുള്ളിൽ $13 മില്യൺ താഴെ മാത്രം ചെലവഴിച്ചാണ് സെർല ഏവിയേഷൻ ഈ അത്യാധുനിക സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തത്. ആഗോള വിപണിയിലെ വമ്പന്മാരുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ ചിലവിലാണ് ഈ അഭിമാന നേട്ടം. 700 കിലോഗ്രാം ഭാരമുള്ള സില 1.0 എന്ന ഡെമോൺസ്ട്രേറ്ററിന് 7.5 മീറ്റർ ചിറകളവും 400 വോൾട്ട് ഇലക്ട്രിക് പവർ ട്രെയിൻ ആർക്കിടെക്ചറുമുണ്ട്. ഡിസ്ട്രിബ്യൂട്ടഡ് പ്രൊപ്പൽഷൻ വിംഗ് സിസ്റ്റം പ്രദർശിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ വിമാനമാണത്. കമ്പനി ഭാവിയിൽ പുറത്തിറക്കാൻ പോകുന്ന ശൂന്യ എന്ന പൂർണ്ണസജ്ജമായ എയർ ടാക്സിയുടെ പകുതി വലിപ്പത്തിലുള്ള മാതൃകയാണ് ഇപ്പോൾ പരീക്ഷിച്ച സില 1.0. ലോകത്തിലെ ഏറ്റവും സാമ്പത്തിക ലാഭമുള്ള എയർ ടാക്സിയെ ശൂന്യയെ മാറ്റാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ലിലിയം, വോലോകോപ്റ്റർ, ജോബി ഏവിയേഷൻ തുടങ്ങിയ ആഗോള എയർ ടാക്സി കമ്പനികളിൽ പ്രവൃത്തി പരിചയമുള്ള പ്രമുഖ വിദഗ്ധരാണ് ഇതിന്റെ നിർമ്മാണത്തിന് പിന്നിൽ അണിനിരക്കുന്നത്. യാത്രാ ആവശ്യങ്ങൾക്കായി നിർമ്മിക്കുന്ന ശൂന്യയിൽ പൈലറ്റിന് പുറമെ 6 യാത്രക്കാർക്കൊപ്പമുള്ള അവരുടെ ലഗേജും സുഖമായി കൊണ്ട് യാത്ര ചെയ്യാം. കൂടുതൽ ആഡംബര സൗകര്യങ്ങൾ ആഗ്രഹിക്കുന്നവർക്കായി 4 പേർക്ക് മാത്രമായും ഇതിന്റെ സീറ്റിംഗ് ക്രമീകരിക്കാൻ സാധിക്കും. ചരക്ക് ഗതാഗതത്തിനായി ഉപയോഗിക്കുമ്പോൾ 650 കിലോഗ്രാം വരെ ഭാരം വഹിക്കാനുള്ള ശേഷി ഇതിനുണ്ടാകും. 7 പ്രൊപ്പൽഷൻ യൂണിറ്റുകളും ഇരട്ട ഐസൊലേറ്റഡ് ബാറ്ററികളുമുള്ള ഈ എയർ ടാക്സിയിൽ സുസ്ഥിര ഏവിയേഷൻ ഇന്ധന ടാങ്കും സജ്ജീകരിക്കും. ഹൈബ്രിഡ് സാങ്കേതികവിദ്യയുടെ കരുത്തിൽ ഒറ്റത്തവണ 800 കിലോമീറ്റർ വരെ ദൂരം സഞ്ചരിക്കാൻ ഇതിന് സാധിക്കും. മണിക്കൂറിൽ 250 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിയുന്നതിലൂടെ ജനസാന്ദ്രതയേറിയ നഗരങ്ങളിൽ നിന്നും വിമാനത്താവളങ്ങളിലേക്കുള്ള യാത്രാ സമയം മിനിറ്റുകളായി കുറയ്ക്കാം. എയർ ടാക്സി വിപണിയിൽ ആഗോള ഭീമന്മാരായ ജോബി, ആർച്ചർ, ഇഹാങ് തുടങ്ങിയ കമ്പനികളിൽ നിന്നും ആഭ്യന്തര തലത്തിൽ ദി ഇൻപ്ലെയിൻ കമ്പനി, ബ്ലൂജെ എയ്റോസ്പേസ് എന്നിവയിൽ നിന്നും സെർല ഏവിയേഷന് കടുത്ത മത്സരമുണ്ട്. കഴിഞ്ഞ മാസം ഇൻപ്ലെയിൻ കമ്പനി തങ്ങളുടെ പൂർണ്ണ തോതിലുള്ള പ്രോട്ടോടൈപ്പ് പരീക്ഷിച്ച് രംഗത്തെത്തിയിരുന്നു. ഇതോടെ ഇന്ത്യയിലെ നഗര ആകാശങ്ങൾ കൈപ്പിടിയിലാക്കാൻ സ്റ്റാർട്ടപ്പുകൾ തമ്മിൽ വലിയ മത്സരമാണ് നടക്കുന്നത്. സാങ്കേതിക മുന്നേറ്റങ്ങൾക്കൊപ്പം രാജ്യത്തെ കടുത്ത വ്യോമയാന നിയന്ത്രണങ്ങളും ചുവപ്പ് നാടകളും മറികടക്കും എന്നതാണ് ഈ കമ്പനികൾ നേരിടുന്ന പ്രധാന പരീക്ഷണം. ജനസാന്ദ്രതയേറിയ ഇന്ത്യൻ നഗരങ്ങളിലെ വിമാനത്താവളങ്ങളിലും പ്രധാന ഗതാഗത ഹബ്ബുകളിലും ലാൻഡിംഗ് സോണുകൾ കണ്ടെത്തുന്നതിനും വാണിജ്യപരമായ സർവീസുകൾ നടത്തുന്നതിനും വ്യോമയാന മന്ത്രാലയത്തിന്റെ കടുത്ത സുരക്ഷാ അനുമതികൾ ആവശ്യമാണ്. ഈ പരീക്ഷണത്തോടെ ഇന്ത്യയിലെ യാത്രാ ഗതാഗത രംഗം ഒരു പുതിയ യുഗത്തിലേക്ക് ചുവടുവെക്കുകയാണ്. മണിക്കൂറുകളോളം നീളുന്ന ട്രാഫിക് ബ്ലോക്കുകളിൽ പെടാതെ നഗരങ്ങളിലെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് വേഗത്തിൽ പറന്നെത്താൻ എയർ ടാക്സികൾ സഹായിക്കും. എല്ലാ പ്രതിബന്ധങ്ങളെയും കാറ്റിൽ പറത്തി വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ ആകാശത്ത് ഈ പറക്കും ടാക്സികൾ വലിയൊരു വിപ്ലവം സൃഷ്ടിക്കുമെന്നാണ് വ്യവസായ ലോകം പ്രതീക്ഷിക്കുന്നത്.